മീനരാശിയിലെ അവസാന നക്ഷത്രങ്ങളിൽ ഒന്നായ ഉത്രട്ടാതി ശനിയുടെ നക്ഷത്രമാണെങ്കിലും വ്യാഴത്തിന്റെ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനവും വിവേകവും ഒരേപോലെ സമ്മേളിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. 2026 ഓഗസ്റ്റ് മാസം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസത്തിന്റെ സമൃദ്ധിയിലേക്കുള്ള പ്രവേശനമാണ്. വർഷകാലം മാറിത്തെളിയുന്ന ആകാശം പോലെ ഉത്രട്ടാതിക്കാരുടെ ജീവിതത്തിലും വ്യക്തതയും തെളിച്ചവും വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത്. ഇത് കേവലം ഒരു പ്രവചനമല്ല, മറിച്ച് നിങ്ങളുടെ നക്ഷത്ര പ്രകൃതിയും വരാനിരിക്കുന്ന സമയത്തിന്റെ ഗതിവിഗതികളും വച്ച് നോക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുടെ വിവരണമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഔദ്യോഗിക മേഖലയെ സംബന്ധിച്ചിടത്തോളം 2026 ഓഗസ്റ്റ് മാസം ഒരു ട്രാൻസിഷൻ പീരീഡ് അഥവാ പരിവർത്തന കാലഘട്ടമായിരിക്കും. വർഷങ്ങളായി ഒരു സ്ഥിരമായ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ പല സാധ്യതകളും തുറന്നു കിട്ടാൻ ഇടയുണ്ട്. നിങ്ങൾ അയച്ച അപേക്ഷകളിൽ നിന്നോ അല്ലെങ്കിൽ പഴയ സഹപ്രവർത്തകർ വഴിയോ പുതിയൊരു അവസരം നിങ്ങളെ തേടിയെത്താം. അത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു സ്ഥാപനമാകാനാണ് സാധ്യത. അഭിമുഖങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വലിയൊരു ഘടകമായി മാറും. ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ കരിയറിലെ വളർച്ചയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുക. മേലധികാരികൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സമയമാണിത്. അപ്രതീക്ഷിതമായ സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ചും ബാങ്കിംഗ്, ടീച്ചിങ്, ഷിപ്പിംഗ്, IT മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വലിയ പ്രോജക്റ്റുകളിൽ നേതൃത്വം നൽകാനുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാം. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിലവിൽ വിദേശത്തുള്ളവർക്കോ ഈ മാസം നിർണായകമാണ്. വിസ നടപടികളിലെ തടസ്സങ്ങൾ നീങ്ങാനും കരാറുകൾ പുതുക്കാനും സാധ്യതയുണ്ട്. നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാനും അവധി ലഭിക്കാനുമുള്ള സാധ്യതയും ഈ മാസം കാണുന്നുണ്ട്. സ്വയം സംരംഭകർക്ക് ഈ മാസം ലാഭകരമായിരിക്കും. ചിങ്ങം 1 ശേഷം പുതിയ ബിസിനസ് ആശയങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. പങ്കാളിത്ത ബിസിനസ്സുകളിൽ പുതിയ നിക്ഷേപകരെ കണ്ടെത്താനോ അല്ലെങ്കിൽ ബിസിനസ് വിപുലീകരിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. എങ്കിലും കരാറുകളിൽ ഒപ്പിടുമ്പോൾ നിയമപരമായ വശങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നത് ഭാവിയിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ഉത്രട്ടാതിക്കാർക്ക് ഈ മാസം മിശ്രിതമായ ഫലങ്ങൾക്കാണ് സാധ്യത. എങ്കിലും പോസിറ്റീവായ മാറ്റങ്ങൾക്കാണ് മുൻതൂക്കം. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. പഴയ കുടിശ്ശികകൾ ലഭിക്കാനോ അല്ലെങ്കിൽ മറന്നുപോയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം കൈവരാനോ സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന മാസമായതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വലിയ രീതിയിൽ ബാധിക്കില്ല. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം വളരെ നല്ലതാണ്. ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ നിങ്ങൾ പദ്ധതിയിടുന്നുണ്ടെങ്കിൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഷെയർ മാർക്കറ്റിൽ ഇടപെടുന്നവർക്ക് മിതമായ ലാഭം പ്രതീക്ഷിക്കാം. എങ്കിലും അമിത ആവേശം കാണാതെ വിവേകത്തോടെ നീങ്ങുന്നത് നന്നായിരിക്കും. ചിങ്ങമാസം ആഘോഷങ്ങളുടെ മാസമായതുകൊണ്ട് തന്നെ കുടുംബത്തിനായി വലിയൊരു തുക ചെലവാക്കാൻ സാധ്യതയുണ്ട്. ഗ്രഹോപകരണങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ വീട് നവീകരിക്കാനോ വേണ്ടി പണം മാറ്റിവെക്കേണ്ടി വരും. അനാവശ്യമായ ആഡംബര ചെലവുകൾ നിയന്ത്രിച്ചാൽ മാസാവസാനം സാമ്പത്തികമായ സുരക്ഷിതത്വം ഉറപ്പാക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ഉത്രട്ടാതിക്കാർക്ക് ഈ മാസം സാധിക്കും. ദാമ്പത്യ ബന്ധത്തിൽ പുതിയൊരു അടുപ്പം ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. പങ്കാളിയുടെ കരിയറിൽ ഉണ്ടാകുന്ന പുരോഗതി കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരും. ദീർഘകാലമായി നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ പറഞ്ഞു തീർക്കാനും സ്നേഹത്തോടെ മുന്നോട്ട് പോകാനും ഈ മാസം അനുകൂലമാണ്. പങ്കാളിയുമൊത്തുള്ള യാത്രകൾക്ക് സാധ്യത കാണുന്നു. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ സമാധാനം ലഭിക്കും. സഹോദരങ്ങളുമായോ അടുത്ത സുഹൃത്തുക്കളുമായോ ഉള്ള തർക്കങ്ങൾ ഒരു മധ്യസ്ഥൻ വഴി പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകും. അവർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ കുടുംബത്തിന് അഭിമാനമായി മാറും. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ആലോചനകൾ വരാനും അത് മംഗളകരമായി കലാശിക്കാനും ഇടയുണ്ട്. 2026 ഓണം ഉത്രട്ടാതിക്കാർക്ക് ഒരു വലിയ സന്തോഷത്തിന്റെ വേദിയാകാൻ സാധ്യതയുണ്ട്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് ചേരാനും സന്തോഷം പങ്കിടാനും സാധിക്കും. ഓണസദ്യയും പൂക്കളവും ഒരുക്കുന്നതിൽ ഉത്രട്ടാതിക്കാർക്ക് സവിശേഷമായ താല്പര്യമുണ്ടാകും. വീടിനുള്ളിൽ പോസിറ്റീവ് എനർജി നിറയുന്ന ദിവസങ്ങളായിരിക്കും ഇവ. പഴയ സുഹൃത്തുക്കളെ കാണാനും സ്കൂൾ കോളേജ് കൂട്ടായ്മകളിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും. ഈ ഒത്തുചേരലുകൾ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഓണക്കാലത്ത് നടക്കുന്ന കലാകായിക മത്സരങ്ങളിൽ സജീവമായി പങ്കെടുക്കാനും ചിലപ്പോൾ സമ്മാനങ്ങൾ നേടാനും സാധ്യതയുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വലിയ ആകുലതകൾക്ക് സാധ്യതയില്ലെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ മാറ്റങ്ങൾ കൊണ്ടുള്ള ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓണക്കാലത്തെ ഭക്ഷണ രീതികളിൽ നിയന്ത്രണം പാലിക്കുന്നത് ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ സഹായിക്കും. ദിവസവും ലളിതമായ വ്യായാമങ്ങളോ നടത്തമോ ശീലമാക്കുന്നത് ശരീരത്തിന് ഉന്മേഷം നൽകും. പൊതുവെ ശാന്ത സ്വഭാവക്കാരായ ഉത്രട്ടാതിക്കാർക്ക് ഈ മാസം മാനസികമായ വലിയൊരു ഉണർവ് അനുഭവപ്പെടും. ജോലിയുമായോ സാമ്പത്തികവുമായോ ബന്ധപ്പെട്ട ടെൻഷനുകൾ കുറയും. വായന, സംഗീതം എന്നിവയിലൂടെ
മനസ്സിനെ സമാധാനപ്പെടുത്താൻ സാധിക്കും. അനാവശ്യമായ ആശങ്കകൾ ഒഴിവാക്കി പോസിറ്റീവ് ചിന്തകൾ വളർത്താൻ ശ്രമിക്കുക. ശുഭകരമായ കാര്യങ്ങൾക്കിടയിലും ചില മേഖലകളിൽ ജാഗ്രത പുലർത്തുന്നത് നിങ്ങളുടെ യാത്ര സുഗമമാക്കും. ചർച്ചകളിലും വാദപ്രതിവാദങ്ങളിലും ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലായിരിക്കും മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. രാത്രികാല യാത്രകൾ കുറയ്ക്കുന്നത് ഉചിതമായിരിക്കും. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാമ്പത്തിക ഇടപാടുകളിലോ ഔദ്യോഗിക രേഖകളിലോ ഒപ്പിടുമ്പോൾ അവ പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കുക. അന്ധമായ വിശ്വാസം ചിലപ്പോൾ ചതിക്കപ്പെടാൻ കാരണമായേക്കാം. നിലവിൽ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നവരാണെങ്കിൽ അത് കൃത്യസമയത്ത് കഴിക്കാൻ മറക്കരുത്. കൃത്യമായ ഇടവേളകളിൽ വിശ്രമം ഉറപ്പാക്കുക. തടസ്സങ്ങൾ നീങ്ങാനും മാനസികമായ കരുത്ത് വർദ്ധിപ്പിക്കാനും ചില ലളിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് ഗുണകരമാകും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വെണ്ണയോ തുളസിമാലയോ സമർപ്പിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യത്തിന് കാരണമാകും. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നതും എള്ളുപായസം വഴിപാടായി കഴിപ്പിക്കുന്നതും ഉത്തമമാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്നത് പ്രത്യേകിച്ചും ഓണക്കാലത്ത് വലിയ പുണ്യമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ഹനുമാൻ ചാലിസയോ വിഷ്ണു സഹസ്രനാമമോ കേൾക്കുന്നതും ജപിക്കുന്നതും മനസ്സിന് ധൈര്യവും ഏകാഗ്രതയും നൽകും. ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞ കാലത്തെ അധ്വാനം സഹായിക്കും. നിങ്ങളുടെ കഴിവുകൾക്ക് പുറം ലോകം അറിയുന്ന രീതിയിലുള്ള വേദികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ മറ്റോ നിങ്ങളുടെ സൃഷ്ടികൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കാം. ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ധ്യാന കേന്ദ്രങ്ങളോ പുണ്യസ്ഥലങ്ങളോ സന്ദർശിക്കാൻ ഇടവരും. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചുള്ള ഈ സമഗ്രമായ അവലോകനം പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നാം തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടം നൽകുന്ന അതിശക്തമായ സാധ്യതകളെ കുറിച്ചാണ്. ജ്യോതിഷം എന്നത് വിധി നിർണയമല്ല, മറിച്ച് വരാനിരിക്കുന്ന സമയത്തിന്റെ ഗതിവിഗതികൾ മനസ്സിലാക്കി നമ്മുടെ കർമ്മങ്ങളെ ക്രമീകരിക്കാനുള്ള ഒരു വഴികാട്ടിയാണ്. ആ അർത്ഥത്തിൽ 2026 ഓഗസ്റ്റ് നിങ്ങൾക്ക് ഒരു പുതിയ ഉദയത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന മന്ദതയിൽ നിന്നും അനിശ്ചിതത്വത്തിൽ നിന്നും ഒരു മോചനം ഈ മാസം സാധ്യമാണ്. കരിയറിൽ നിങ്ങളെടുത്ത തീരുമാനം ഫലം കണ്ടു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണിത്. എന്നാൽ ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാന്ത്രിക മാറ്റമല്ല, മറിച്ച് നിങ്ങളുടെ നിരന്തരമായ പരിശ്രമവും അനുകൂലമായ സമയവും ഒത്തുചേരുമ്പോൾ ലഭിക്കുന്ന സ്വാഭാവികമായ വളർച്ചയാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആത്മവിശ്വാസം വരും മാസങ്ങളിൽ നിങ്ങളുടെ ഔദ്യോഗിക പദവി ഉയർത്താൻ കാരണമായേക്കാം. സാമ്പത്തികമായി മുൻപ് നടത്തിയ നിക്ഷേപങ്ങൾ ലാഭകരമായി മാറുന്നതും അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ധനസഹായങ്ങളും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ചിങ്ങമാസത്തിലെ ഓണം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വെറും ഒരു ആഘോഷമല്ല, മറിച്ച് ആത്മീയവും മാനസികവുമായ ഒരു ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണ്. കുടുംബാംഗങ്ങളുമായി ചേർന്ന് പൂക്കളമിടുമ്പോഴും സദ്യ ഉണ്ണുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ആകുലതകൾ അലിഞ്ഞില്ലാതാകാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പരിഹരിക്കാനും സ്നേഹത്തിന്റെ പുതിയ പാലങ്ങൾ പണിയാനും ഈ ഓണക്കാലം വഴിയൊരുക്കും. വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ ഉള്ള പ്രിയപ്പെട്ടവരുടെ സാമീപ്യം നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും. ഈ ഒത്തുചേരലുകൾ നൽകുന്ന പോസിറ്റീവ് എനർജി ഓഗസ്റ്റ് മാസത്തിന് ശേഷവും നിങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ള കരുത്ത് നൽകും. ഏതൊരു നല്ല കാലത്തും ചെറിയ പ്രതിബന്ധങ്ങൾ സ്വാഭാവികമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രത്യേകത അവർ പ്രതിസന്ധികളിൽ തളരില്ല എന്നതാണ്. ഓഗസ്റ്റ് മാസത്തിൽ ജോലി സ്ഥലത്തോ സാമ്പത്തിക ഇടപാടുകളിലോ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടാൽ പോലും അവയെ വിവേകത്തോടെ നേരിടാനുള്ള സാഹചര്യം ഒത്തുവരും. 2026 ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ വിതയ്ക്കുന്ന വിത്തുകൾ വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് വലിയ ഫലങ്ങൾ നൽകുന്നവയായിരിക്കും. പുതിയൊരു വീടെന്ന സ്വപ്നമോ വിദേശയാത്രയോ അല്ലെങ്കിൽ കരിയറിലെ വലിയൊരു മാറ്റമോ എന്തു തന്നെ ആയാലും അതിന്റെ അടിത്തറ ഈ മാസം പാകാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മീയമായ ചിന്തകൾക്കും ഈ മാസം പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയ ആദരവ് നേടിത്തരാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷ കൈവിടാതെ കഠിനാധ്വാനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ 2026 ഓഗസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ മാസങ്ങളിൽ ഒന്നായി മാറാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.